അല്ല അമ്മൂമ്മ, ഞാനേ അമ്മൂമ്മയുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കരുത് കേട്ടാ. എന്തോന്ന് അമ്മൂമ്മ പ്രായം ദിവസം കുറഞ്ഞു വരുവാണ്. സത്യം പറയല്ല, കണ്ട ഒരു 45 വർഷം പുറകിലോട്ട് പറയും. മോനെ കേശു, അമ്മൂമ്മ താഴെ നിർത്ത്. എന്താ മോന്റെ ആവശ്യം എന്ന് പറ. പെട്ടെന്ന് കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിക്കും. എന്താ കാര്യം പറ. കാര്യമൊന്നുമില്ല അമ്മൂമ്മ, ഞാനേ നമ്മളെ പിള്ളേരെല്ലാം കൂടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ടൂറ് പോണ്. കൊടൈക്കനാൽ അതിന് നീ പോയിട്ടില്ലേ കൊടൈക്കനാൽ? പോയ സ്ഥലത്ത് പിന്നെയും പോണ്ടെന്നാണ് അമ്മൂമ്മ പറയുന്നത്. പോയ സ്ഥലത്തൊന്നും പിന്നെ പോകണ്ട. ഓ, അമ്മൂമ്മ രാവിലെ ഇഡ്ഡലി സാമ്പാർ തന്നാ കഴിക്കുവോ? കഴിക്കും. അതെ, ഇഡ്ഡലി സാമ്പാർ പിറ്റേ ദിവസം തന്നാ കഴിക്കുവോ? കഴിക്കും. ഉച്ചക്ക് ചോറ് തന്നെ എല്ലാ ദിവസവും ചെയ്യുന്നതാണ്. ഇന്ന് നിന്നും പറഞ്ഞ നാളെ തിന്നായിരിക്കണല്ലോ. എടാ നീ ഒന്ന് മാറ്റിപ്പിടിയടാ. എന്തോന്നു പോകുന്ന സ്ഥലം ഒന്ന് മാറ്റിപ്പിടി. അതെന്തിനും മാറ്റിപ്പിടിക്കണേ? അത് ഫുള്ള് കണ്ടിട്ടില്ലല്ലോ. ഒന്നുകൂടെ കാണുന്നു. ചിലപ്പോ അത്രയും വർഷം മുമ്പ് കണ്ടതായിരിക്കില്ല ഇപ്പൊ കാണുന്നത്. എങ്ങനെ സംഭവം ഒന്നുമില്ല, പിള്ളേല്ലാതാണല്ലോ പോണേ. കുറച്ച് ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. അത് പറ. ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്റെ ഈ 10 പൈസയും തരാനും. ഞാൻ ലച്ചേച്ചി എടുത്ത് ചോദിക്കാന്നാണ് ആദ്യം വിചാരിച്ചേ. ലച്ചേച്ചി ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല, അമ്മൂമ്മ തരുമെന്ന് എനിക്കറിയാം. പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞാലും അമ്മൂമ്മയുടെ കയ്യിലില്ല, അമ്മൂമ്മ തരത്തുമില്ല. ഉറപ്പാണോ? ഉറപ്പാ. പൈസ ഇല്ല? ഇല്ല. എല്ലാരും പറയും ലച്ചേച്ചിക്ക് അമ്മൂമ്മയുടെ സ്വഭാവമാണെന്ന്. അതിപ്പോ ചുമ്മാ ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ലച്ചേച്ചിക്ക് അപ്പൂപ്പിന്റെ സ്വഭാവം തന്നെ, തങ്കപ്പെട്ട സ്വഭാവം. ആഹാ, എന്തെങ്കിലും ചോദിച്ചേ ഞാൻ എൻ്റെ ചോദിച്ചാൽ 10,000 രൂപ എടുത്ത്. അത്രയും നല്ല മനസ്സിന് ഉടമയാണ് എന്റെ ലച്ചേച്ചി. മോനെ കേശു, നീ ലച്ചുവിനെ പൊക്കുന്നത് പോലെ എന്നെ പൊക്കിയെന്ന് വിചാരിച്ച് 10 പൈസ കിട്ടുമെന്ന് വിചാരിക്കണം. എന്നാ പിന്നെ എനിക്ക് അമ്മൂമ്മയുടെ പൈസ വേണ്ടെങ്കിൽ. ഇനി എനിക്ക് അമ്മൂമ്മയുടെ പൈസ വേണ്ടെങ്കിലോ? എന്റെ ലച്ചു ചേച്ചി വന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ ആരെ ആശ്രയിക്കേണ്ട കാര്യമില്ല. ലച്ചു ചേച്ചി ചേട്ടാ, ചേട്ടനോടെ പോണെന്നല്ലേ പറഞ്ഞേ? എപ്പ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലേ. നീ ഇങ്ങോട്ട് മാറില്ലേ. ഞാൻ ചേച്ചി അടുത്തൊരു കാര്യം സംസാരിക്കാൻ പോവില്ലേ. മാറിയില്ലേ? വാ മക്കള്, അമ്മൂമ്മ ഇതിനെ പിടി. വായല്ല അടച്ചു പോയെന്റെ മനുഷ്യനെ തോർത്തടിക്കണ. ഞാൻ ഈ സ്നേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ. സ്നേഹോ? ഈ കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെ അല്ലേ? ഞാൻ ഈ മറ്റേ ഈ ഇവിടെ ഉള്ളവർക്കൊക്കെ വെറുതെ കാര്യം കാണാൻ മാത്രമേ ഉള്ളൂല്ലോ സ്നേഹമൊക്കെ. ഇപ്പൊ തന്നെ നീ എന്നെ അന്വേഷിച്ചു വന്നത് എന്തിനാ? ടൂർ പോകാൻ വേണ്ടി. ടൂർ പോകാൻ കാശ് അല്ല ചേച്ചി, പ്രശ്നം എന്തുവാ? എല്ലാം കണക്കാ, വേറെ ഒന്നുമില്ല. എന്ത് കണക്കെന്ന്? ആർക്കും സ്നേഹമില്ല, എല്ലാരും കണക്കാ. അതെന്ത് വർത്താനല്ലേ നീ പറയുന്നേ? അത് തന്നെ, എന്തിനു വർത്താനം ചേച്ചി പറയണേ? എല്ലാരും കണക്കെന്ന. ചേച്ചിയോട് ആർക്കും സ്നേഹമില്ലെന്നോ? എന്ത്? എനിക്കൊന്നും സ്നേഹമില്ല ചേച്ചിയോട്. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താ? പറ. ചേച്ചിയുടെ അടുത്ത് സ്നേഹമുള്ള അനിയനല്ലേ? ചേച്ചിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഡേറ്റ് ഓഫ് ബർത്ത് കണ്ട, സ്വന്തം അനിയനാ. ചേച്ചിയുടെ പിറന്നാളിന്റെ ദിവസം പോലും അവന് ഓർമ്മയില്ല. അങ്ങനെയാണെങ്കിൽ ചേച്ചി പറ, എന്റെ ബർത്ത്ഡേ പോ. ഇന്നേ വരെ ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റും ഡ്രസ്സും ഒന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ. ചേച്ചി ചേച്ചി എന്താണ് ശരിക്കുള്ള പ്രശ്നം? ബർത്ത്ഡേ ആണ് ചേച്ചിയുടെ പ്രശ്നം. ബർത്ത്ഡേ പ്രശ്നയാ? എന്നെ ലച്ചു തെളിവാ சொல்லு നീ. എനിക്കറിയോ, ഇന്നേ വരെ എന്റെ ഓർമ്മയില് ഈ വീട്ടില് എന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതാണാ ചേച്ചിയുടെ പ്രശ്നം. എന്തോന്ന് ചേച്ചി ബർത്ത്ഡേ ഒക്കെ ആരാഘോഷിക്കണേ? ചുമ്മാ വാർഡ് പാച്ചൻ പരിപാടി. കേക്ക് മേടിച്ച് മുറിക്കണം, ബലൂണ് കെട്ടണം, മറ്റേത് മറിച്ചത്. എടാ, എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ പിറന്നാൾ ആഘോഷിക്കണം എല്ലാ ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഇന്ന് എന്റെ ഫ്രണ്ട് ആ ലയയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതിനായിരുന്നു ചേച്ചി പാറും കൂടെ പോയത്. ബർത്ത്ഡേ എങ്ങനെയുണ്ടായിരുന്നു? എന്തിനായിരുന്നു? ബിരിയാണി ആയിരുന്നു. ഓ, അതാണല്ലോ ഇപ്പൊ വലിയ കാര്യം. അതാണല്ലോ അറിയണ്ടേ. കഴിക്കാൻ എന്തായിരുന്നു? ആന്റിക്ക് അറിയോ, ഇന്ന് ലയയുടെ ബർത്ത്ഡേക്ക് പരിപാടിക്ക് ഉണ്ടല്ലോ, സജിനിയും വൈഷ്ണവിയും ആര്യയും എല്ലാരും ഉണ്ടായിരുന്നു. അവരെന്റെ അടുത്ത് ചോദിക്കുക, ലച്ചുവിന്റെ ബർത്ത്ഡേ മാത്രം എന്താ ആഘോഷിച്ചിട്ടില്ലേന്ന്? ഞങ്ങളൊന്നും സ്റ്റാറ്റസ് കണ്ടിട്ടില്ലല്ലോ എന്ന്. എങ്ങനെ പറയും? എന്റെ ബർത്ത്ഡേ ഇവിടെ ആരും ആഘോഷിക്കാറില്ല, എന്റെ ബർത്ത്ഡേ ആരും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറില്ല. അതെങ്ങനെയാ? സ്നേഹം വേണ്ടേ?
എല്ലാരും അവരവരുടെ ബർത്ത്ഡേക്ക് ആഘോഷിച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഞാൻ മാത്രം ഈ റൂമിൽ ഇരുന്നോണ്ട് അതും കണ്ട് വിഷമിച്ചിരിക്കും. ഇത് ജീവിതമാണോ എന്തോ. ആക്കണോ നീ എന്നെ? ആക്കടാ, ആക്ക്. അല്ലെങ്കിലും വരുള്ളൂ. ഞാൻ അങ്ങനല്ലേ ഉദ്ദേശിച്ചത്. ഒന്നും ഉദ്ദേശിക്കണ്ട. അമ്മൂമ്മ, നമ്മുടെ ലച്ചേച്ചിയുടെ ബർത്ത്ഡേ എന്നായിരുന്നു? അതിനെ അമ്മൂമ്മ പടവൽക്കാരനെന്ന് പറയരുത്. അല്ല, അറിഞ്ഞൂടല്ലേ? ഇതന്നെ നേരത്തെ എനിക്കും പറ്റിയത്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.